ഇന്നലെ 16 മെയ് 2026 ലണ്ടനിൽ 2 പ്രൊട്ടസ്റ്റുകളാണ് നടന്നിട്ടുള്ളത്. ഒന്ന് ടോമി റോബിൻസൺ നടത്തിയിട്ടുള്ള യുണൈറ്റ് ദ കിങ്ഡം, അതായത് അവരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ സർക്കാർ നടത്തുന്ന, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു, അതുപോലെ ഇമിഗ്രൻസിനെതിരായിട്ടുള്ള ലീഗലി യു കെയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലീഗലായിട്ട് യു കെയിൽ വന്നിട്ടുള്ള ഇമിഗ്രൻസിനെതിരായിട്ടുള്ള യു കെയിൽ ഇല്ലീഗലായിട്ട് വന്നിട്ട് യു കെയിലെ ബെനിഫിറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ അസൈലം സീക്കറായിട്ട് നിൽക്കുന്നു, അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ്. അതുകൂടാതെ യു കെയിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികവൽക്കരണം എന്നീ പറഞ്ഞ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് യു കെയിലെ പ്രൊട്ടസ്റ്റ് റോബിൻസൺ നടത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ നമ്മുടെ പലസ്തീൻ അനുകൂലികൾ, അതായത് ഗാസയിലെ സാഹചര്യത്തിനെതിരെ പിന്തുണച്ച് പ്രഖ്യാപിച്ച് നഗ്ബ ഡേ അനുസ്മരണ ഭാഗമായിട്ട് പ്രോ പലസ്തീൻ റാലിയും ഇന്നലെ ലണ്ടനിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇവർ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി യു കെ ഗവൺമെൻറ് ഏകദേശം 4000 പോലീസുകാരെയാണ് ഇപ്പോൾ നിലവിൽ വിന്യസിച്ചിട്ടുള്ളത്. സോ ഏകദേശം 30ഓളം വരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റാലി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന ആൾക്കാരിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ പ്രാവശ്യം കുറച്ചാണ് എത്തിയിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതായത് 2 പ്രൊട്ടസ്റ്റുകൾ വന്നിട്ടുള്ളത് കൊണ്ട് ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്രയും പോലീസുകാരെയൊക്കെ അവർ വിന്യസിപ്പിച്ചിട്ടുള്ളത്. സോ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും 2029 ടോമി റോബിൻസൺ തന്നെ കയറുമെന്നാണ് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.